ഹായ്. 19-ാം വയസ്സിൽ വിമാനം പറത്തി മലപ്പുറത്തിന് അഭിമാനമായ മറിയം ജുമാന പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങളെ കാണാനെത്തിയപ്പോൾ ഈ വീഡിയോ ആരും പബ്ലിഷ് ചെയ്യത്തില്ല. പ്രത്യേകിച്ച് കാമിത ആൻഡ് ടീമൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഈ ഒരു വീഡിയോ ആരും പബ്ലിഷ് ചെയ്യുകയോ പബ്ലിക്ക് കൊണ്ടുവരികയോ ചെയ്യത്തില്ല. ഇതിനോടനുബന്ധിച്ച് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ കിട്ടിയിരുന്നു, മിസ്സായിപ്പോയി. ഞാൻ വീണ്ടും അത് തിരക്കുന്നുണ്ട്. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ പബ്ലിഷ് ചെയ്യാം. സിവിൽ സർവീസിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് മതസംഘടനാ നേതാവ് ഒരാൾ പറയുന്ന ഒരു വീഡിയോ ആയിരുന്നു. എൻ്റെ അത് മിസ്സായിപ്പോയി. അത് ഞാൻ കൊണ്ടുവന്നിടാം. അപ്പം അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് രീതിയിലുള്ള സംരക്ഷണവും ഹെൽപ്പും ഫിനാൻഷ്യൽ സപ്പോർട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നല്ലൊരു കാര്യമാണ്. അതുപോലെ ഈ കുഞ്ഞിൻ്റെ കാര്യം, ഇതൊരു ഉസ്താദിൻ്റെ മകളാണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സദസ്സിലേക്ക് കയറുന്ന ഒരു പെൺകുട്ടിയെ സമ്മാനം വാങ്ങിക്കാൻ സമ്മതിക്കാതെ ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിടുന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് ആ സമൂഹത്തിലുള്ള മതസമൂഹത്തിലുള്ളവരെ മുഴുക്ക അപമാനിക്കുന്ന ഒരു ടൈം മുൻപുണ്ടായിരുന്നു. അപ്പം നേർവിപരീതമാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. 19 വയസ്സുള്ള ഉസ്താദിൻ്റെ തന്നെ മകളായ ഒരു കുട്ടി വിമാനം പറക്കുകയാണ്. അപ്പോൾ അവളുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവളുടെ ആ മതബോധമോ ഒന്നും അവളെ വിദ്യാഭ്യാസം നേടുന്നത് തടഞ്ഞിട്ടില്ല. മാത്രമല്ല, അവളെ ആദരിക്കുകയാണ് ചെയ്യുന്നത് പാണക്കാട് ശിഹാബ് അലി തങ്ങൾ. പാണക്കാട് ശിഹാബ് അലി തങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ മത നേതാവാണ്. അപ്പം അവരെ വന്ന് കാണുന്ന അത് അവരുടെ ഒരു റെസ്പെക്റ്റിൻ്റെ ഭാഗമാണ്. പക്ഷേ ഇതിനെപ്പറ്റി ഒന്നും വാർത്തയാവുകയോ ഇതെടുത്ത് വെച്ച് ആരെങ്കിലും പറയുകയോ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഇത് സത്യത്തിൽ പബ്ലിഷ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ മതവിഭാഗത്തിൽ തന്നെ, പ്രത്യേകിച്ച് ഇസ്ലാം മതവിഭാഗത്തിൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ തന്നെ സൂചിപ്പിക്കുമ്പോൾ തന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ടാണ് ഇപ്പോൾ വന്ന്. എത്ര പറഞ്ഞു കൊടുത്താലും വീണ്ടും റിപ്പീറ്റഡ്ലി അത്തരം കാര്യങ്ങൾ പറയുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനൊരു പരിമിതിയുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പറ്റുള്ളൂ. അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയുന്ന ആരെങ്കിലും നമുക്കിടയിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതല്ലേ യഥാർത്ഥ ബോധമുള്ള ഒരു പൗരൻ ചെയ്യേണ്ടത്. ഇപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന കുറേയധികം മനുഷ്യർ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? ഈ വിഭാഗത്തിലുള്ളവരൊക്കെ തന്നെ സ്ത്രീകൾ അവഹേളിക്കുന്നു, സ്ത്രീകൾക്ക് കൺസിഡറേഷൻ കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല എന്ന് നമുക്കറിയാം. നമുക്കിടയിലൊക്കെ അപ്പം ഒരുപാട് കുട്ടികൾ അങ്ങനെയുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ കാര്യം എടുത്തു പറയണം. ഞാൻ +1 നമുക്കന്ന് പ്രീ ഡിഗ്രിയാണ്. ആ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ മലപ്പുറത്തുനിന്ന് കുറേ കുട്ടികളുണ്ട് ടീച്ചർ ട്രെയിനിങ് കോഴ്സിന് വന്നിട്ടുണ്ടായിരുന്നു. അവരിതുപോലെ തന്നെ അന്നേ ഡ്രസ് കോഡൊക്കെ ഇത്തിരി കുറച്ച് ഇതാണ്, പക്ഷെ അവരുണ്ടായിരുന്നു. അന്നും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പെൺകുട്ടികളെ മലപ്പുറം സൈഡിലുള്ള പെൺകുട്ടികളൊക്കെ പെട്ടെന്ന് കെട്ടിച്ചു കൊടുക്കും, അങ്ങനെ ആ ഒരു ടൈമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ മാറി പെൺകുട്ടികൾ പഠിക്കുകയും കൂടുതൽ ഉദ്യോഗങ്ങളിലേക്ക് വരികയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ എൻകറേജ് ചെയ്യുക തന്നെ വേണം. പിന്നെ ഇത് എന്തായാലും മറ്റേ വൃത്തികെട്ട ഇതിനെതിരെ സംസാരിക്കുന്നവരൊന്നും തന്നെ ഇതെടുത്ത് വെച്ച് പറയത്തില്ല. എനിക്കിത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. വളരെ അക്സെപ്റ്റൻസ് ഉള്ള, വളരെ അംഗീകാരമുള്ള ഒരു കാര്യമാണ് ആ കുട്ടി ചെയ്തത്. അവളുടെ ആഗ്രഹങ്ങളാണ് അവളെ ആ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മുടെ ചെറുപ്പ കാലഘട്ടങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളായിരുന്നാലും അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയും കല്യാണം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, യൂട്യൂബിൽ തന്നെ കല്യാണങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെയാണ് ഭയങ്കര വ്യൂവും അക്സെപ്റ്റൻസും ഒക്കെ. 1 ഡേ ടൂറാണത്. ഒരൊറ്റ ദിവസത്തെ കൗതുകമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുള്ള കോൺസിക്വൻസ് അസാധ്യമാണ്. അത് ഈ ബസ് കയറി യാത്ര ചെയ്തവരടുത്തല്ലേ ബസ്സിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കേണ്ടത്. അപ്പം അതേപോലെയുള്ള കുറേയധികം പ്രോബ്ലംസ് നമ്മൾ അതിന് ശേഷം ഫേസ് ചെയ്യേണ്ടി വരും. നമുക്ക് തിരിച്ചു നടക്കാൻ പറ്റാത്ത അത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ചും കാണും. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഏതൊരു പെണ്ണും മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്വയം പര്യാപ്തത നേടുക എന്നുള്ളതാണ്. പലരും പറയും പെണ്ണുങ്ങൾ അഹങ്കാരികളായി പോകും, പിഴച്ചു പോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ ഡിസ്കറേജ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് പറയാൻ വേണ്ടി പറയുന്നതാണ്, അവർക്ക് സത്യം പറഞ്ഞാൽ ആണുങ്ങളെക്കാൾ കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഇത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു ഇഷ്യൂ അല്ല ഈ മാരേജ് ഇതെന്നൊക്കെ. അവരിത് ഭയങ്കരമായി മെൻ്റലി എടുക്കുന്ന ഒരു കാര്യമാണ്. അവർക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ആണിനെ കണ്ടെത്താനോ അതിന് പോകാനോ ഒന്നും അവർക്ക് തോന്നാറില്ല. സൊസൈറ്റി അത് അനുവദിക്കാറുമില്ല. അപ്പം അവർക്ക് വേണ്ട ഇനഫ് ടൈം എടുക്കാനുള്ള ഒരു സാവകാശം കിട്ടാൻ അവർ സ്വയം പര്യാപ്തരാവുന്നതാണ് നല്ലത്. പെൺകുട്ടികൾ എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയിൽ. ഇവർക്കും കുറേയൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക, നല്ല ജോലി നേടുക. അതാണ് നമുക്ക് നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. നമ്മൾ കോൺട്രൈസ് ചെയ്യപ്പെടുകയും അടിച്ചമർത്തപ്പെടുകയും അടിമത്ത രീതിയിൽ നമ്മളെ അപ്രോച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ റീസൺ
നമ്മൾ ഒരു ഏണിംഗ് മെമ്പർ അല്ല എന്നുള്ളതാണ്. ലക്ഷം രൂപയും വണ്ടിയും വള്ളവും ഒക്കെ കൊണ്ട് നമ്മളൊരു വീട്ടിൽ ചെന്നാലും കിട്ടാത്തത്രയും അക്സെപ്റ്റൻസ് ജോലിയുള്ളൊരു പെണ്ണ് കിട്ടും. കാരണം എങ്ങനെയായാലും മാസം ഒരു തുക കൊണ്ടുവരുന്ന കുട്ടിയാണ്. അതിന് ആ റെസ്പെക്റ്റ് അവിടെ ഉണ്ടാവും. അതങ്ങനെ അല്ല, അങ്ങനെ പാടില്ല എന്ന് പറയുന്ന പേരൻസും ഉണ്ട്. അത് വീട്ടിലേക്ക് ഒരു ജോലിക്കാരി അന്വേഷിക്കുന്ന പേരൻസാണ്. ആണിൻ്റെതായാലും പെണ്ണിൻ്റെതായാലും ശരി, വീട്ടിലേക്ക് ഒരു ജോലിക്കാരി അന്വേഷിക്കുന്ന പേരൻസിനൊപ്പം സഹിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ജീവിക്കുക എന്നുള്ളത് ഒരു ദുസ്സഹമായ കാര്യമാണ്. മനസ്സിലാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ അനുഭവിച്ച പ്രാണവേദന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ, നിങ്ങൾ അനുഭവിച്ച അവഗണന, നിങ്ങൾ അനുഭവിച്ച അടിമത്തം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരാതിരിക്കാൻ അവരെ പഠിപ്പിക്കൂ. നിസ്സാര പഠിപ്പരെയല്ല പഠിപ്പിക്കേണ്ടത്, ജോലി കിട്ടുന്ന പഠിത്തങ്ങളിലേക്ക് ഏർപ്പാടാക്കി കൊടുക്കും. അപ്പോൾ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവത്തില്ല. ഈ സ്വത്ത് കൊടുക്കുന്നത്, സ്ത്രീധനം കൊടുക്കുന്നതും ഒക്കെ തന്നെ നിരോധിക്കപ്പെട്ട ഒരു രാജ്യത്ത് വീണ്ടും വീണ്ടും കുറേയധികം സ്വർണവും സ്വത്തും ഒക്കെ വാരി കെട്ടി അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നതിലും ഭേദം നല്ലൊരു ജോലി ഉണ്ടാക്കി അവരെ കൊടുത്തു വിടൂ. അത് അവർക്കും അസറ്റാണ്. അവർക്ക് പരിക്ക് പറ്റാതെ അവരെ സുരക്ഷിതമായി നോക്കാനും ഒരു കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം അങ്ങനെയല്ല ഇങ്ങനെയാണ്, അവർ പരിക്കൊന്നും അങ്ങനെയല്ല, അങ്ങനെ പറ്റും. ഇതിൽ നിന്നൊരു വലിയ ഇൻകം ഒന്നും വരാനില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ടത് ചെയ്തിട്ട് അടുത്ത ഇരയെ നോക്കും എന്നുള്ളതാണ്. ഇത് പൊന്മുട്ടയിടുന്ന താറാവാണെന്ന് കണ്ടാൽ അതിനെ കൊല്ലത്തില്ല, അല്ലെങ്കിൽ അവർ ഡെക്ക് റോസ്റ്റ് ഉണ്ടാക്കും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കുടുംബക്കാർക്ക് ഉണ്ടാവണം, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കുണ്ടാകണം. ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ ജീവിച്ച സമയത്ത് എനിക്ക് ഒരു ചെരുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നീ 3 ചെരുപ്പ് വാങ്ങിക്കണ്ട എന്ന് പറയുന്ന മിക്ക പേരൻസിനോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നമുക്ക് അത്രയും ആസ്തി ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് അത്രയും അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. തേഞ്ഞ് തീർന്നാൽ ലൂണാർ ചപ്പൽ അതിൻ്റെ അടിഭാഗത്ത് ആ ബ്ലൂ കണ്ടാൽ നമുക്ക് പുതിയത് കിട്ടത്തില്ല. പൊട്ടിയാൽ വീണ്ടും അതിനകത്ത് വല്ല ഈർക്കിലോ വല്ലതും ഒക്കെ കൊരുത്തിട്ടുകൊണ്ട് നടക്കാൻ പറയുന്നല്ല, പുതിയത് വാങ്ങി തരത്തില്ല. ഇന്ന് അങ്ങനെയല്ല, അത് മാറി 5ഉം 10ഉം ജോഡിയൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ഒരു ടൈമിലേക്ക് നമ്മൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ എത്തിയിട്ടുണ്ട്. വേണ്ടത് സ്വയം പര്യാപ്തതയാണ്. അത്യാവശ്യം ഏണിങ് നമുക്ക് ഉണ്ടാകണം, നമ്മളുടെ കയ്യിൽ ഉണ്ടാവണം. സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്നതാണ്. എപ്പോഴും എന്തും സംഭവിക്കാം, നമുക്കും സംഭവിക്കാം. അപ്പോൾ വീട്ടിൽ പറയേണ്ടത് ഇത്ര ദിവസത്തിൽ തന്നെ 16 വയസ്സിൽ തന്നെ കെട്ടിച്ചു കൊടുത്ത് എനിക്കൊരു കുട്ടിയുണ്ടായി, അങ്ങനെയല്ല. മിനിമം 25 വയസ്സായിരിക്കണം നമ്മളുടെ വിവാഹപ്രായം. അത് നമ്മൾ നിശ്ചയിക്കണം, നമ്മൾ പറയണം. നമ്മുടെ വീട്ടുകാരോട് നമ്മൾ പറയുകയാണ് വേണ്ടത്. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം വിവാഹമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ വിവാഹം കഴിക്കേണ്ടെന്നോ അതല്ല പറഞ്ഞത്. മിക്ക പെൺകുട്ടികളെടുത്ത് ഇപ്പോൾ എൻ്റെ മകനെ തന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതി കണ്ടിട്ടില്ല. 27 വയസ്സുകാരനെ കെട്ടിക്കാഞ്ഞിട്ട് എന്തെല്ലാം വെപ്രാളങ്ങളാണെന്നറിയാം. പെണ്ണ് കിട്ടുന്നില്ല, പെണ്ണ് കിട്ടാൻ വേണ്ടി മാറ്റി പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ തോന്നലാണ്. നമുക്ക് ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അതിനകത്ത് പക്വതയുള്ള 2 വ്യക്തികൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ആ ജീവിതം സക്സസ് ആയിട്ട് മുൻപോട്ട് പോകും. പക്വതയില്ലാത്ത വയസ്സിൽ നമ്മൾ ചേരുമ്പോഴുള്ള പ്രശ്നം പരസ്പരം മനസ്സിലാക്കി കൊടുക്കാനോ സാധിക്കാത്ത അളവിൽ 2 പേർക്കും പക്വതയില്ലായിരിക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വതയാകുന്നിടം വരെ നമ്മളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ എത്ര വയസ്സാണോ പക്വത നിശ്ചയിക്കുന്നതെന്ന് വെച്ചാൽ അല്ല, പക്ഷെ മിനിമം ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് നോർമലായി വരാവുന്ന ഒരു പക്വതയുണ്ട്. അതുവരെ നമ്മൾ ക്ഷമിച്ച് കാത്തിരിക്കുക എന്നുള്ളതാണ്. പലരും അങ്ങനെയാണ്, വിവാഹമാണ് ലക്ഷ്യം എന്ന രീതി ജീവിക്കുന്നത് കൊണ്ടാണ് അവർക്ക് അതിൽ തന്നെ അവസാനിച്ചു പോകേണ്ട ഒരു ഗതികേട് വന്നത്. MA MPhil ഒക്കെ കഴിഞ്ഞ കുട്ടികൾ വീട്ടിൽ അടുക്കളപ്പണിയും ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ആ കുടുംബത്തെക്കാളേറെ ആ പെണ്ണിനോടാണ് എനിക്ക് പുച്ഛം തോന്നുക. തൻ്റെ ആവശ്യങ്ങൾ പോലും സ്ട്രോങ് ആയി പറഞ്ഞ് നേടിയെടുക്കാൻ സാധിക്കാത്ത പെൺകുട്ടി ഏത് കുഞ്ഞിനെ എന്ത് വളർത്തി എന്ത് കാര്യം? നമ്മുടെ മക്കളെ വളർത്താൻ നമുക്കൊരു യോഗ്യത വേണ്ടേ? ആ യോഗ്യത നമുക്ക് നിഷേധിക്കപ്പെടുന്നൊരു അവസ്ഥയുണ്ട്. അത് ഇതാണ്, നിങ്ങളുടെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അപമാനിക്കുമ്പോഴും അവഹേളിക്കുമ്പോഴും അത് കാണുന്ന കുഞ്ഞിനും തോന്നും നമ്മൾക്ക് അത്ര വിലയൊക്കെ മതി എന്നുള്ളത്. അപ്പോൾ ആത്മാഭിമാന ബോധമുള്ള പെണ്ണുങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് എന്നാണ്. ഈ പെൺകുട്ടിയുടെ അടുത്ത് അവളുടെ നിശ്ചയദാർഢ്യം, അവൾക്ക് പഠിക്കണം, അവളുടെ പേരൻസിന് അവളുള്ള സ്നേഹം അത് അവൾ നേടിയെടുത്തു. ആ സ്നേഹം കുറച്ച് ഉടുപ്പ് വാങ്ങിക്കാനും കുറച്ച് സ്വർണ്ണം വാങ്ങിക്കാനും ആയിരുന്നെങ്കിൽ അതും ചെയ്തു കൊടുക്കും അവർ, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറൊന്നും ഉണ്ടാകത്തില്ല. അതേസമയം എനിക്ക് അതല്ല, എനിക്ക് പഠിക്കണം, എനിക്ക് പൈലറ്റ് ആവണമെന്ന് ആ കുട്ടി പറഞ്ഞെടുത്തവർ സഹായിച്ചു കൊടുത്തില്ലേ? സോ നമ്മുടെ പേരൻസാണ്, കാര്യങ്ങൾ ഓപ്പണായി അവരോട് സംസാരിക്കാനും പറയാനും സാധിക്കണം. ഈ മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുടുംബ പുരാണങ്ങൾ കാണുന്നതിന് പകരം നല്ല ഡോക്യുമെൻ്ററീസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ, അതൊക്കെ കാണുക, നല്ലതൊക്കെ കേൾക്കുക എന്നുള്ളതാണ്. ബോൾഡായി ചിന്തിച്ച് നമ്മളൊരു തീരുമാനമെടുക്കുക. കാരണം നമ്മുടെ ലൈഫാണ്, മറ്റുള്ളവർക്കിട്ട് പന്ത് തട്ടാനുള്ളതല്ല. ഈ വിവാഹം എന്ന് പറയുന്നത് 2 കൂട്ടർക്കും വേണ്ടിയിട്ടാണ്. ഒരാളെ നോക്കാനായി ഒരാൾ വിവാഹം കഴിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഒരു പകുതി കഴിയുമ്പോൾ നമുക്ക് മടുക്കും. നമ്മൾ വെറും ഒരു മെറ്റീരിയലായി ഒതുക്കപ്പെടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും മടുക്കും. ആ മടുപ്പിൽ നിന്നാണ് പല നിരാശകളും വരുന്നത്. ആ നിരാശ
ആ ഫ്രസ്ട്രേഷനാണ് മനുഷ്യനെ കൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യിക്കുന്നതും പിന്നീട് ഭാവിയിൽ ഇതുപോലുള്ള പ്രോബ്ലംസ് വരാനും ചാൻസ് ഉണ്ടാകുന്നത്. ഈ ഒരു വിഷയത്തിൽ എനിക്ക് സത്യത്തിൽ ആ പേരൻസിനോട് ഭയങ്കരമായിട്ട് അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് അവർ ചെയ്തത്. പെൺകുഞ്ഞാണെന്നുള്ളൊരു വ്യത്യാസം കൊടുക്കുകയോ ഒന്നുമില്ലാതെ അവളുടെ ദീനീബോധത്തിന് ലവലേശം കോട്ടം തട്ടാതെ അതിൽ നിന്നുകൊണ്ട് അത് പഠിപ്പിച്ചിറക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഓരോ പെൺകുട്ടികൾക്കും അവൾ നല്ലൊരു മാതൃകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇസ്ലാം കമ്മ്യൂണിറ്റി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരവും ആ വിഭാഗത്തിലുള്ള മനുഷ്യരുടെ വിദ്യാഭ്യാസം മാത്രമാണ്. ആൺകുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ കുടുംബത്തിൻ്റെ ചുമതല ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ വരുമ്പോൾ പെൺകുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് പകരത്തിന് പകരം ഈക്വലായി നിങ്ങളും പോയി പഠിച്ച് നല്ല നല്ല ജോലികളിൽ കയറും. കാരണം നമ്മുടെ സമൂഹം നേരിടുന്ന വലിയൊരു ഭീഷണിക്ക് ഇങ്ങനെ നമുക്ക് പ്രതികരിച്ച് അതിന് പ്രതിവിധി കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അപ്പോൾ അതിലേക്കായി എല്ലാവരും ശ്രമിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്.